ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് പ്രത്യേകിച്ച് വലിയ വിശേഷമൊന്നുമില്ല. ഇന്ന് നമ്മളൊരു ചെറിയ ഔട്ടിങ്ങിന് പോവാണ്. അപ്പോൾ കൺസിഡറിങ് മൈ ലാസ്റ്റ് ഡേ ഇൻ ദുബായ്, ലാസ്റ്റ് ഡേ എന്നല്ല, നാളെ ഞാൻ തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്നും കൂടി ഇവിടെ, ഈ ഒരു സീസണിൽ ഇന്നും കൂടി ഇവിടെ ഉള്ളൂ. അപ്പോൾ വളരെ വിഷമത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഐ യു സാഡ്? ഹി ഈസ് സാഡ്, പക്ഷേ ഹി വോണ്ട് ടെൽ. അപ്പോൾ സോ ഞാൻ നാളെ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഔട്ടിങ്ങും പിന്നെ എന്തെങ്കിലുമൊക്കെ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്നും കൂടെ ഇല്ലേ ഉള്ളൂ. അപ്പോൾ അജു ഇന്ന് ലീവ് എടുത്തു ഓഫീസിൽ നിന്ന്. അപ്പോൾ നമ്മൾ ചെറിയൊരു വ്ളോഗ്, ചിലപ്പം നല്ല എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നന്നായി വന്നാൽ പോസ്റ്റ് ചെയ്യാം. സോ പോവാം. കുടയില്ലാണ്ട് വെളിയിലേക്ക് ഇറങ്ങണ കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല ദുബായിൽ ഈ സമയത്ത്. സോ നമ്മുടെ കഴിഞ്ഞ 2 വ്ളോഗ്സൊക്കെ അത്യാവശ്യം കുറേ പേര് കണ്ടു. നമ്മൾ അത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല, അത്രയും ആൾക്കാരൊന്നും കാണുന്ന നമ്മൾ തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താ പറയുക, ഇതൊക്കെ ഫസ്റ്റ് ടൈം അങ്ങനെ ചെയ്യണോണ്ട്. പക്ഷേ നിങ്ങളുടെയൊക്കെ കമൻസ് ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും നല്ല നല്ല കമൻസൊക്കെ പറയുമ്പം ഇനിയും വീഡിയോസൊക്കെ ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ട്. പിന്നെ ഓൾസോ എൻ്റെ ചാനൽ പതുക്കെ അജുക്ക ഫാൻസായി മാറുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം. ഇല്ല. ഞാൻ കൂടെ പറഞ്ഞു ഡെക്കാത്ലോണിൻ്റെ കുടയാ പോപ്പിനാനെ മേടിച്ചിട്ട് പറന്നു പോകുന്ന വിചാരിച്ചിട്ടാണ് ഡെക്കാത്ലോണിന്ന് മേടിച്ച്. അത് ഫ്ലെക്സിബിൾ ആയിട്ട് ഇങ്ങനെയൊക്കെ പോവാം. അത്ലറ്റിക് കുടയാണ്. അപ്പോൾ അജുക്ക ഫാൻസ് കൂടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം വല്ലാണ്ട് കൂടുന്നു. അത് ഞാൻ അനുവദിക്കില്ല. അത് നമ്മളൊരാൾ ആദ്യമായിട്ട് കാണുമ്പം പരിചയപ്പെടുമ്പോൾ നമുക്ക് ആദ്യം ഒരു ആൾക്കാരൊന്നും എൻകറേജ് ചെയ്യൂലേ, അതായിട്ടുണ്ടോ എന്തൊക്കെയാ പറയണേ. ബൈ ദ വേ ഞാൻ 2 ദിവസം കൂടെ ഉള്ളൂ ഗൈസ്, പിന്നെ അജുക്കാനെ കാണാൻ കിട്ടൂല. ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ടാണ് വീഡിയോയിലൊക്കെ വരുന്നത്. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ വരും ഇൻഷാല്ലാ, വെരി സൂൺ ഐ വിൽ കം ബാക്ക്. സോ അപ്പോൾ ഇന്നും നാളെയും കൂടി ഇവിടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഓർമ്മയ്ക്ക് പോകുന്നതിന് മുന്നേ എന്നാൽ 2 വ്ളോഗൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അടുത്ത് വരാൻ പറ്റിയില്ലെങ്കിലും അറിയില്ലല്ലോ. അയ്യോ കുട പറഞ്ഞു പോകുന്നു. ഒന്ന് പിടിക്കോ? താങ്ക് യു. ഒരു ട്രൈപോഡ് വാങ്ങി തരൂ എനിക്ക്. ട്രൈപോഡല്ല, ഗിംബൽ. ഗിംബൽ എന്നല്ലേ പറയാ? ഇങ്ങനെ അതാകുമ്പോൾ അത്രയ്ക്കൊക്കെ ഞാൻ വളർന്നത് എനിക്കറിയില്ല. ഗിംബലൊക്കെ വാങ്ങാൻ നമുക്ക് തൽക്കാലം കയ്യിൽ തന്നെ പിടിക്കാം. ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ കൂടുതലും പ്രോഗ്രാമിൻ്റെ വീഡിയോസൊക്കെ ഇടുള്ളൂ. കൂടുതലും ഈവൻറ്റ് പ്രോഗ്രാംസിൻ്റെ വീഡിയോസൊക്കെ ഇടുള്ളൂ എന്നൊക്കെ കരുതിയിട്ടാണ് ഈ മൈക്കൊക്കെ വാങ്ങിയതും. അങ്ങനെ തീരെ അങ്ങനെ നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു അങ്ങനെ ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ 1-2 എടുത്ത് നോക്കിയപ്പോൾ ഓക്കെ, അത്യാവശ്യം കൊള്ളാമെന്നൊക്കെ തോന്നി. അങ്ങനെ ചെയ്യുവാണ് കേട്ടോ. ഞാൻ ഈ വൈസർ എടുത്ത് തന്നെ നിന്റെ ഈ കുട പിടിക്കണ്ടെന്ന് വിചാരിച്ചില്ല. എന്നിട്ട് ഇപ്പോൾ നൈസായിട്ട് കുട എൻ്റെ കയ്യിൽ തന്നു. നമ്മൾ ഇവിടെ ഈ ടൈമിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ മൂടങ്ങ് പോയിപ്പോവും. കാരണം ചൂടിങ്ങനെ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കുടയും കൂടെ എങ്കിലും ഇല്ലെങ്കിൽ അപ്പോൾ നീ തണലത്തോട്ട് കയറിക്കും. എനിക്ക് പഫ് പേസ്ട്രി വേണം. ആദ്യം നമ്മൾ പോവാൻ പഫ് പേസ്ട്രി എനിക്കത് വേണം. ആദ്യം ഞാനിവിടെ വന്നിട്ട് മറ്റേ ക്രീം പഫ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അത് കഴിക്കണം എന്ന് എത്ര ദിവസമായി പറയുന്നു. ആദ്യം നമ്മൾ ഇന്നൊരു സ്ഥലത്ത് പോകാൻ പ്ലാൻ ചെയ്തില്ലേ, അവിടെ എത്തട്ടെ. അവിടെ എത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ ലേറ്റാണ്. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ എത്താൻ ലേറ്റാവും, ഡിന്നർ കഴിക്കാൻ ലേറ്റാവും, തിരിച്ച് വരുമ്പോൾ ടൈം സീനാവും. നോക്കാം എന്തായാലും. ഇവിടെ വന്നിട്ട് ബൊഗെയിൻവില്ല എടുക്കുന്നത് വീഡിയോ എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. നല്ലുണ്ടോ?
ഫ്രെയിം കൊള്ളാം. ജസ്റ്റ് നീ അങ്ങോട്ട് മാറിക്ക്, അങ്ങോട്ട് കുറച്ച്. ആ അങ്ങോട്ട്. ആ ഇപ്പം നല്ല ഫ്രെയിം. രസമുണ്ട്. കാണുന്നില്ലടോ വൃത്തിയിൽ. വേഗം വന്നൂടെ? എന്താ ഇത് ഇങ്ങനെ ഡിലേ ആവുന്നത്? എൻ്റെ കരുണയുള്ള ഹൃദയതുകൊണ്ടാണ് നിന്നെ ആദ്യം കളത്തി വിട്ടെ. അല്ലെങ്കിൽ ഞാനിവിടെ പുറത്ത് വന്നിട്ട് നീ അവിടെ കുടുങ്ങി പോകുമായിരുന്നു. ഇത് പറഞ്ഞു ട്രെയിൻ എത്തിയ ഉടനെ ഓടിക്കയറി ഇടിച്ചിട്ട് സീറ്റ് പിടിക്കണം, അല്ലെങ്കിൽ 1 മണിക്കൂർ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഓടാൻ തീരുമാനിച്ചു. ഓടി ഓടി കിട്ടി. ഞാൻ അറ്റത്ത് ഉണ്ണിയേട്ടൻ ഫസ്റ്റ്. സന്തോഷമായോ? സന്തോഷിക്കണം. അജുക്കൻ്റെ സൗണ്ട് അടിപൊളിയാണ്. ഇത്രയും സുന്ദരമായ പാട്ടുകൾ പാടുന്ന എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല? ഞാൻ തോറ്റു ഇതിനെ കൊണ്ട്. ഓക്കെ, ഇത് കണ്ടുപിടിച്ച് ഈ ഗെയിം കണ്ടുപിടിച്ചാൽ എനിക്കൊന്ന് കാണണം. 24 മണിക്കൂറിനൊരു സമയം ഉണ്ടെങ്കിൽ ഇല്ല. ഞാൻ ഈ ബോറടിക്കുമ്പം ഈ യൂസ്ലെസ് ആൾക്കാരൊപ്പം ഇരിക്കും മാത്രമേ ഞാനിത് കളിക്കാറുള്ളൂ. വേറെന്ത് ചെയ്യാൻ? അങ്ങനെ നന്നാവനപ്പം മോശം. അജുവിന് പറ്റിയിട്ടുള്ള കമൻസ് കേട്ട് ഇപ്പം എനിക്ക് പേടിയാവോ? നാളെ തൊട്ട് ഞാൻ വീഡിയോ ഇട്ട് ആരെങ്കിലും കാണുമോ? നാളെ മുതൽ ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണില്ലേ? ഈ വീഡിയോൻ്റെ അടിയിൽ എന്നെ പറ്റി 10 നല്ല കാര്യങ്ങൾ പറയണം പ്ലീസ്. ഇവിടെ എനിക്കൊരു വണ്ടി എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഇത് നല്ല കണ്ടീഷനാണ്. പോവാം. നല്ല മൈലേജ്. എവിടെ നിന്ന് പോവും? എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? എന്താ വേണ്ടേ? ടോർച്ച് ഉണ്ടോ അവിടെ? ടോർച്ചോ? ഇത് തനിക്ക് ചെയ്യരുത്. ഇതിൻ്റെ കൂടെ ഇട്ടാൽ നന്നായിട്ട് വെറൈറ്റി അല്ലേ? എടുത്തോളി ആണെങ്കിൽ. കിൽപ്പിത്തിരി സാധനങ്ങൾ അക്കോർഡിംഗ് ടു അജു എല്ലാം കിൽപ്പിത്തിരി സാധനങ്ങളാണ്. ഇത് പൊളിക്കും. ഫോറസ്റ്റുകാർ പിടിച്ചോണ്ടോ പുളിത്തോല്. വണ്ടി കേറി കഴിഞ്ഞാൽ ഇത് പിടിച്ച ഒറ്റ ഉറങ്ങുക. നമുക്ക് ഒട്ടകത്തിന് ഒഴിച്ചാലോ? അത് വില വെച്ചു നല്ലുണ്ട്. ഒട്ടകമാണോ? അപ്പാച്ചി കട്ട കടിച്ചിട്ടുണ്ടല്ലോ. കൊള്ളല്ല, ക്യൂട്ടേക്ക്. ഇങ്ങോട്ട് വാ. എൻ്റെ പിതാജിക്ക് പറ്റിയ സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഗാർഡനിങ് ടൂൾസ്. ഇതൊന്ന് വാങ്ങിച്ചിട്ട് ലഗേജിൽ ഇട്ടിട്ട് വെയിറ്റ് കൂടിയിട്ട് പിന്നെ ഞാൻ റൂമിൽ ഇരുന്നിട്ട് വാഷ്റൂമിൽ ഇങ്ങനെ എടുത്ത് കളിക്കേണ്ടത്. അത് വെയിറ്റ് ഉണ്ടോ നോക്ക്? ഇത് വെയിറ്റ് ഇല്ലാണ്ട് ഇപ്പോൾ ഒന്നെടുത്താൽ മതി. ഓ, അത് ഫുള്ള് പൈപ്പ് പോലത്തെ അല്ലേ? അതാ പറഞ്ഞേ. ഇതെടുത്താ ഇത് നല്ല ഉപകാരം. ഇത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഇടുന്നതല്ല, ഇത് മണ്ണ് കളക്കുമ്പോൾ ഇടുന്ന. ഇനി എത്രയാ? എടുത്തു ഒന്നെടുത്തോ. ഇതാർക്കാ കൊടുക്ക? പണ്ട് ഉപ്പൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഇതേപോലെ കുറേ സാധനം എടുത്തിട്ടാണ്. ഇതൊക്കെ ആരും ഉപയോഗിക്കുന്നത് ഞാനിത് കണ്ടില്ല. ഒരു മണിമുത്ത് മാലയുണ്ട്. എന്താ പറയുക, ഖത്തർ മുത്തോ എന്താ പറയുക? ഖത്തർ മുത്തോ? നമ്മളെ നാട്ടിലങ്ങനെ പറയാം. ഈ ഓൾറെഡി പൂക്കിയ ഇനി ഇതിൽ കൂടുതൽ എന്തിരിക്കുന്നു? ഇത് വെച്ചേ നോക്കട്ടെ. നമ്മുടെ അജുവിനിപ്പോൾ ഈ വക സാധനങ്ങളോടൊക്കെയാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. പൂക്കിയായതിൽ പിന്നെ ഈ വക കിൽപ്പത്തിരികളോടാണ് ഇഷ്ടം കൂടുതൽ.
ആ ക്യൂട്ടല്ലേ. ദുബായ് ബാഗ് നാട്ടിലിറങ്ങിയിട്ട് ഷോ ഓഫ് ഇങ്ങനെ എടുത്ത് ടൗണിൽ പോയിട്ട് ബസ് കയറാണ്ട് വെറുതെ അവിടെ ആറ്റിറ്റ്യൂഡ് ഇടുന്നതിന് അല്ല ബസ്സൊന്നും കയറാണ്ടല്ലോ വെറുതെ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ഇങ്ങനെ ദുബായ് തന്നെയല്ലേ. ഒന്നെടുത്തോ, എന്നാലും എടുത്തല്ലേ, ഒന്നെടുത്തോ, രണ്ടോരോന്നെടുത്തോ. ഇതെന്ത് റേഷൻ പൊടി പോകുമ്പോൾ എടുക്കാനാ? പോടും പിന്നെ എന്തിനു കൊണ്ടുപോയാ? ഇത് കറക്റ്റ് കേട്ടോ. കുറുവാരി വാങ്ങിക്കാൻ പോകാൻ കറക്റ്റ്. പുയിങ്ങളും കൊണ്ടുപോവാ. ഡോറ് പൂട്ടാണ്ട് കുളിക്കുന്ന ജോർജ് സാർ ഉപയോഗിക്കുന്ന ഇത് ഇതെന്തിനാ? നോ പ്രോബ്ലം. ഇതിന്റെ വളരെ ഇഷ്ടപ്പെട്ട മറ്റേതെല്ലാം. ഇതെന്തിടാണ്? എടോ ഇതെടോ മേക്കപ്പ് സാധനങ്ങൾ. ഓക്കെ ഓക്കെ. സോ ഗുഡ്, സോ ഗുഡ്. ഇതെടുക്ക്, ഇത് നല്ല ഇഷ്ടമായി. ദുബായ് റെഡ് കാർപ്പറ്റിൽ പിടിക്കുന്ന ബാഗാണോ? ഇതൊക്കെ നിനക്ക് ലഗേജ് കൊണ്ടുപോകാനാണ് ഓക്കെ. ലാസ്റ്റ് ഇത് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ ഞാനിത് റൂമിലെടുത്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതിനുള്ള അവസരം സുന്ദരന് എത്ര? ഈ സുന്ദരന് എത്ര റേറ്റ്? ഓ കണ്ണാടിയായിരുന്നു. What is your problem, dude? പൂക്കിയിലെ പൂക്കി ഉണർന്നു, പൂക്കിയിലെ പൂക്കി ഉണർന്നു. ഹലോ, സുഖമാണോ? ഇത് വാങ്ങിച്ചാലോ? ആർക്കാ? വെറുതെ കണ്ടിട്ട് തന്നെ പേടിയാണ്. സ്പൈഡർമാനായുള്ള തിരച്ചിൽ തുടരുന്നു. ഇവിടെ എല്ലാം ഉണ്ട് എക്സെപ്റ്റ് സ്പൈഡർമാൻ. തത്തുമ വേണ്ട, തത്തുമ വേണ്ട, സ്പൈഡർമാനാ വേണ്ടിയേ. ഇവിടെ കുറെ ചുമപ്പ് കാണുന്നുണ്ട്. സ്പൈഡർമാൻ എല്ലാവരെയും രക്ഷിക്കും. സ്പൈഡർമാൻ കാണുന്നില്ലല്ലോ. स्पाइडरमैन कट हुई है नहीं ഇത് വാങ്ങിയാലോ? ABCD ചെറിയ ബുക്ക് ടൈപ്പ് ഉണ്ടോ? ഈ A ഫോർ ആന അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത്? A ഫോർ ആന അല്ല, A ഫോർ ആപ്പിൾ. ഇത് രണ്ടും വാങ്ങിക്കാം. കൊള്ളാം. ഇത് കൊള്ളാലോ. ഇത് വാങ്ങിക്കുന്നോ? അതൊന്നും വേണ്ട. താനൊന്ന് വാങ്ങുന്നതല്ലായിരിക്കും. എനിക്കിത് പോലെ പുഷ്ടിപ്പെടട്ടെ. എനിക്ക് മിനിമം ഒരു 32 വേണം. ഇത് കൊള്ളാടോ. എന്നാ അത് വാങ്ങിക്കാം. മറ്റേതൊന്ന് മാറ്റി ഇതെടുക്കാം. എന്നിട്ട് ഇത് മാറ്റി എന്നിട്ട് ഇതെടുക്കാം. ചോട്ട ഉണ്ടല്ലേ? വാട്ട്? ബട്ടർഫ്ലൈ. ഇത് വാങ്ങിയാലോ? ക്ലേ സാൻഡ്. അത് പൊള്ളിക്ക് ഇഷ്ടം. കാണാൻ കഴിക്കാൻ തോന്നുന്നല്ലേ? ഇത് ഇതെന്താ സാധനം? ക്ലേ അല്ലേ? അതെടുത്തോ. ക്ലേ. യെസ്. देखा तो है जाना सनम. അലഞ്ചോസിന്റെ ആറ്റിറ്റ്യൂഡ് ഓർക്കുമോ? തന്നെയാണ് പണി. കിട്ടി ഗായ്സ്, കപ്പ് കിട്ടി ഗായ്സ്. കപ്പ് കൊണ്ട് പോവാ അവിടെ വെക്കി കേട്ടോ. എന്നെയും കൊണ്ട് സത്യം പറഞ്ഞാൽ തളർന്ന് നിൽക്കണ്. ഇതൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ വരുന്നോ? ഒന്നില്ല ചക്കരെ.
ഇത് വേണോ? ഇത് നമ്മൾ വാങ്ങിയല്ലോ ഓൾറെഡി. ആ വേണ്ട, വാ. ഇത് താൻ പൊക്കിയെടുത്തു. സത്യം പറഞ്ഞാൽ ഓൾറെഡി ടയേർഡായി. ഒരു ദിവസം കൂടെ എന്നെ സഹിച്ചാൽ മതി. ഞാൻ പോവുക ഈ നാട് വിട്ട്. അതാണ് എൻ്റെ ആശ്വാസം. ഈ നാട് വിട്ട് ഞാനങ്ങ് കടൽ കടന്ന് പോവുകയാണ്. ഹലോ ഹലോ. ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റിയില്ല. ഞാൻ പോച്ച് കിടക്കുന്ന ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് ക്ഷീണിച്ചു. ഞാനും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോയിട്ട് പാക്ക് ചെയ്യണം. നെക്സ്റ്റ് ടൈം ഇൻഷാല്ലാ ഞാൻ വരുമ്പോഴേക്കും അജു വണ്ടി എടുക്കുന്നതായിരിക്കും. അല്ലേ അജു? ഇങ്ങോട്ട് വാ. ടയർഡായില്ലേ? ടയർഡായെന്ന് വെച്ചാൽ 5 മിനിറ്റ് ഇരുന്നാൽ മതി. അത്ര ഇത് തുറന്നിരുന്നു. ഇതോ ദുബായ് ചോക്ലേറ്റ് വാങ്ങിച്ചാലോ? ഒരു Oh my god! Oh, this is Habib Bakery. Oh my god! Thank you so much. Thank you so much. പോണടാ, ഈ പോണ സത്യം പറ. പോണോ? പോണോ? ശരി ഗൈസ്, ബൈ. താങ്ക് യു. ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. വീട്ടിൽ പോയിട്ട് അൺബോക്സ് ചെയ്യാതെ. രാവിലെ പോയതല്ലേ ഇടുന്നേ? അല്ല, ഉച്ചയ്ക്ക് പോയതാ. 3 മണിക്ക്. അതെ, ഉച്ചയ്ക്ക് വൈകിട്ട് 3 മണിക്ക് പോയിട്ട് ഇപ്പോൾ 12 മണിയാ. 1 മണിയായോ? 1 മണിയായി രാത്രി. ഇപ്പം നമ്മൾ തിരിച്ചു വന്നത്. ചെറിയ ചെറിയ ഈ കിലിപ്പത്ത് എന്താണ് കിൽപ്പിത്തിരി സാധനങ്ങൾ വാങ്ങാൻ പോയതാണ്. പിന്നെ നമ്മൾ അജുവിൻ്റെ കസിൻസിനെ കണ്ടു. എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എനിക്ക് ഞാൻ അവിടെ വന്നിട്ട് ഏറ്റവും കഴിക്കണം എന്ന് ആഗ്രഹിച്ചൊരു സാധനമാണ് പഫ് പേസ്ട്രി.
ഇവിടുത്തെ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ പറ്റിയില്ല. എന്നെ കാണാൻ വന്ന എൻ്റെ ഫ്രണ്ട് അതും അജുവാണ്, ഓരത് വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഐ എം സോ എക്സൈറ്റഡ്. ഞാൻ എല്ലാ മെട്രോ സ്റ്റേഷനിലും പണ്ട് ഞാൻ അവിടെ വന്നപ്പോൾ കഴിച്ചതാ 3 വർഷം മുന്നേ. അപ്പോൾ എനിക്കത് ഭയങ്കര ആഗ്രഹം വന്നപ്പോൾ. അപ്പോൾ അത് ഓൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതെനിക്ക് അൺബോക്സ് ചെയ്ത് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷേ ഞാൻ നാളെ ഒരു വ്ളോഗ് ഇൻഷാല്ലാ വേറെ എടുക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും പോവല്ലേ, പോകുന്നത് കൊണ്ട് ഇനിയിപ്പോൾ അജുവിന് അടുത്ത കാലത്തൊന്നും കിട്ടൂല വീഡിയോ എടുക്കാൻ. ഞാൻ നാട്ടിൽ പോവാണ്, ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. അങ്ങനെ ഒരുപാട് വലിയ വലിയ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ, വളരെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ. അങ്ങനെ അധികം ചോക്ലേറ്റ്സും കാര്യങ്ങളും നമ്മൾ വാങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ പാക്കിംഗ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നാളെ പറ്റുകയാണെങ്കിൽ എടുക്കാം. ഓക്കെ, എനിക്കിത് രാവിലെ വരെ ഇരിക്കാനുള്ള ക്ഷമയില്ല. അപ്പോൾ നമുക്ക് ഇത് എനിക്ക് രാവിലെ വരെ ഇരിക്കാനുള്ള ക്ഷമയുണ്ട്. ഇത് കഴിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഞാൻ പണ്ട് കഴിച്ച അതേ ടേസ്റ്റ് ആണോ എന്ന് അറിയില്ല. ഐ യു എക്സൈറ്റഡ്? ഇത് പഫാ പുറത്ത്, പക്ഷെ ഇതിൻ്റെ ഉള്ളിലൊരു ക്രീമുണ്ട്. ഫസ്റ്റ് ബൈറ്റ്. Oh my god, look at this. ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പം നാളത്തെ ഒരു വീഡിയോയോടുകൂടി ബൈ ബൈ അജു. അണ്ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നു, ഹോപ്പ്ഫുള്ളി വരുന്നുണ്ടാവും. അണ്ടിൽ ദെൻ ബൈ. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ നിങ്ങൾ ചെയ്യണമെന്നില്ല. ലൈക്ക് ആൻഡ് കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടനൊക്കെ അമർത്തി വെച്ചാൽ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും എന്നാണ് പറയുന്നത്. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, ബൈ.